ഭഗവത്ഗീതയിലെ ശാസ്ത്രീയ വശം നോക്കാം. അതിനു മുമ്പായിട്ട് ഐൻസ്റ്റീൻ ഈ ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്താണ് എന്ന് നോക്കാം. ഐൻസ്റ്റീൻ പറഞ്ഞു, ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് പ്രൊഫൗണ്ട് ബുക്ക് എന്നാണ് ഐൻസ്റ്റീൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദ cosmic religious feeling contained in the Gita is the strongest and noblest motive for scientific research എന്ന് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. അദ്ദേഹം 50-ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് കോട്ട് മീ ആസ് ആൻ ഏത്തിസ്റ്റ്. അത് വളരെ ശക്തമായി പറയുകയാണ്, എന്നെ ഏത്തിസ്റ്റായിട്ട് നിങ്ങൾ ഒരിടത്തും കോട്ട് ചെയ്യേണ്ടതില്ല. When I read Bhagavad Gita and reflect about how God created this universe, everything else seems so superfluous. ഓപ്പൺ ഹൈബർ പറഞ്ഞതാണ്. മറ്റൊരു ക്വാണ്ടം തിയറിയുടെ ആയ ഓപ്പൺ ഹൈമർ പറഞ്ഞതാണിത്. അതായത് ഒരു ഗാർഡിനർ അതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കുകയാണ്, ഈ ചെടികളെല്ലാം നനയ്ക്കുന്നതിനായിട്ട് എനിക്ക് ഒരു പൈപ്പ് തരണം. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നു, എത്ര വലിപ്പമുള്ള പൈപ്പ് വേണം? 5 സെൻറ്റിമീറ്ററുള്ള ഒരു പൈപ്പ് വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ പറഞ്ഞ ആളിന് 5 സെൻറ്റിമീറ്റർ തന്നെ കൂടിപ്പോയോ എന്ന സംശയമുണ്ട്. പക്ഷേ അങ്ങനെ 1 മീറ്റർ വ്യാസമുള്ള ഒരു പൈപ്പ് കൊടുക്കുകയാണ്. അതിൽ കൂടി വെള്ളം വരികയാണ്. ആ വെള്ളച്ചാട്ടം കണ്ട് ഗാർഡിനർ അത്ഭുതപ്പെട്ടു പോയതുപോലെയാണ് ഓപ്പൺ ഹൈമർ ഇതിനെ ഗീത വായിച്ചപ്പോഴുണ്ടായ അനുഭവം പറഞ്ഞത്. അതായത് തേരിൽ അർജുനൻ അവശനായി കിടക്കുകയാണ്. ശ്രീകൃഷ്ണൻ പറയുന്ന ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് ബോധ്യമാകുന്നില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് അവിടെ ആശങ്കാകുലനായി ആ തേരിൽ കിടക്കുന്ന അർജുനനെ നോക്കിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്താം. ഞാൻ ഈ യൂണിവേഴ്സ്, ഈ സകലതിനെയും കൂടി നിന്നെ ഞാൻ കാണിച്ചു തരാം. ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ഈ ലോകം എന്താണ് എന്ന് നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. പക്ഷേ നിനക്ക് കാണുവാനുള്ള ശക്തിയുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, കാണാൻ കഴിയത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് നിനക്ക് കാണാൻ കഴിയുമോ? എന്നാലും നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ കാണിച്ചു. എന്താണ്? 1000 സൂര്യന്മാർ ഒരുമിച്ച് തൊട്ടടുത്ത് ഉദിച്ചാലുണ്ടാകുന്ന പ്രകാശമാണ്. കണ്ണും ചിമ്പിക്കുന്ന കണ്ണൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ശ്രീകൃഷ്ണൻ അതിന് പ്രത്യേകമായ ഒരു ദിവ്യമായ കണ്ണട നൽകിക്കൊണ്ടാണ് അതിനെ കാണിച്ചു കൊടുക്കുന്നത്. 1000 സൂര്യൻ ഒരുമിച്ച് ഉദിച്ചുയരുന്ന ആ പ്രകാശത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഓപ്പൺ ഹൈമർ തകർന്നുപോയി. അദ്ദേഹം പറയുന്നത് ഇറ്റ് വാസ് സൂപ്പർ ഫ്ലൂവസ് എന്നാണ് പറയുന്നത്. മോർ ദാൻ വാട്ട് ഈസ് റിക്വയർഡ്. അങ്ങനെ ഒരു പ്രകാശം ഉണ്ടാകുക, അങ്ങനെ ഒന്നുണ്ടാകുകയാണ് എന്ന് വിഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിഭാവന മാത്രമായിരിക്കില്ല, അത് റിയാലിറ്റിയിലേക്ക് അത് കടന്നു പോകാൻ കഴിയും. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ഈ ഒരു ഭാവനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്, when I read the Bhagavad Gita and reflect about how God created this universe, everything else seems so superfluous. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രചോദനം ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയപ്പോൾ അദ്ദേഹത്തിന് ഇത് വെറും ഒരു സുഹൃത്ത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിനൊക്കെ അപ്പുറമായിട്ട് ഒരു പരാശക്തിയുണ്ട്. ആ പരാപ്രകൃതി, ആ പ്രകൃതിയിൽ നിന്ന്
ഒരു സ്പോട്ടിൽ നിന്നും എല്ലാ എനർജികളും വരികയാണെന്നും ആ എനർജി ആദ്യകാലത്തുണ്ടായിരുന്നത് പോലെയല്ല മധ്യകാലത്തെന്നും മധ്യകാലത്തുള്ളതുപോലെയല്ല ഇതിൻ്റെ ലോകത്തിൻ്റെ അവസാനമെന്നും വ്യക്തമായി. അതെല്ലാം കണ്ടുപിടുത്തം ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിരിക്കുകയാണ്. ആദിയിൽ അവ്യക്തമായിരുന്നു, മധ്യത്തിൽ അത് വ്യക്തത വരും, അവസാനം ഇത് എവരിത്തിങ് ഈസ് ഡിറ്റർമിൻഡ് എന്ന് ശാസ്ത്രജ്ഞന്മാർ ഐൻസ്റ്റീനും സമ്മതിച്ചിട്ടുണ്ട്, ഓപ്പൺഹൈമറും സമ്മതിച്ചിട്ടുണ്ട്. എവരിത്തിങ് ഈസ് ഡിറ്റർമിൻഡ്. ഒരു ഇൻസെക്റ്റിൻ്റെതായാലും എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് മനുഷ്യനിലാണെങ്കിൽ മനുഷ്യനിൽ നിർമ്മാണത്തിൽ അത് ഒരു എനർജിയാണ്. ആ എനർജിയിൽ അതിൽ ഒരു ആത്മീയമായ ഒരംശം കൂടി ചേരും. അതോടുകൂടി അത് ബോധമനസ്സാവും. ആ ബോധമനസ്സ് ഉള്ളതോടുകൂടി ആ ജീവനായിക്കഴിഞ്ഞു. ജീവൻ എന്ന് പറയുന്നത് ഒരു ക്രൗണാണ്. ആ ക്രൗൺ എടുത്തു വയ്ക്കുകയാണ്. ആ എല്ലാ ജീവജാലങ്ങളും, ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും കൂടെ നോക്കിയാൽ ഏറ്റവും വലിയ സൃഷ്ടി മനുഷ്യനാണ്. മാൻ ഈസ് പ്രൂഫ് ആൻഡ് ക്രൗൺ ഓഫ് ഓൾ ദ ക്രിയേറ്റഡ് തിങ്സ് ഇൻ ദ വേൾഡ്. ഇത് തന്നെയായിരുന്നു അടിസ്ഥാനപരമായിട്ട് രവീന്ദ്രനാഥ് ടാഗോറും ഐൻസ്റ്റീനും തമ്മിൽ ചർച്ച ചെയ്യപ്പെട്ടു. റിയാലിറ്റി റിയാലിറ്റി ഒന്ന് കണ്ടില്ല, കാണാൻ കഴിയുന്നത് മാത്രമേ, റിയലായിട്ടുള്ളത് മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് ഐൻസ്റ്റീനും. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നു, ഒരു വീട്ടിൽ, ആരും കയറാത്ത ഒരു വീട്ടിൽ അവിടെ ഒരു മേശയുണ്ട്. അവിടെ ആരും കയറിയിട്ടില്ല, ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് അത് അസത്യമാകുമോ, റിയൽ അല്ലാതാകുമോ എന്ന് ചോദ്യം ഉന്നയിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കണ്ടുപിടുത്തങ്ങളും ഇതിൻ്റെ ആശയങ്ങളും എല്ലാം ഭഗവത്ഗീതയുടെ പല ഘട്ടങ്ങളിലായിട്ട് അത് കാണാൻ കഴിയും. ഈ വേദമെന്ന് പറയുന്നത്, വേദങ്ങളെല്ലാം ഋഷിപ്രോക്തങ്ങളാണ്. ഈ വേദങ്ങളിൽ നിന്നും കടഞ്ഞെടുത്തിട്ടുള്ളതാണ് ഉപനിഷത്തുകൾ. ഈ ഉപനിഷത്തുകളിൽ നിന്നും കൂടി കടഞ്ഞെടുത്തിട്ടുള്ളതാണ് ഭഗവത്ഗീത. സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞിട്ടുണ്ട്, ഗെറ്റ് അപ്പ്, ഫൈറ്റ് ആൻഡ് ഫൈറ്റ്, ഫൈറ്റ് ദ ബാറ്റിൽ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത് കൃഷ്ണൻ അർജുനനോടല്ല, കൃഷ്ണൻ ഈ യുവതലമുറയോടെയാണ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ ഗീതയെ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് ഭാരതം ഗീതയുടെ ഒരു കോപ്പി ലോകരാജ്യങ്ങൾക്ക് വേണ്ടി റഷ്യയെ മുൻനിർത്തി റഷ്യയുടെ പ്രസിഡൻറ്റിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ സന്ദേശത്തിൻ്റെ മറ്റ് വശങ്ങളിലൊക്കെ അടുത്ത എപ്പിസോഡിൽ വ്യക്തമാക്കുന്നതാണ്. നമസ്കാരം.